വാരാന്ത പതിപ്പ് മുടക്കിയ കള്ളൻ വിജയൻ ആരാണ്? ഒടുവിൽ ആ കള്ളൻ വിജയനെ മാതൃഭൂമി ന്യൂസ് കണ്ടെത്തി. തിരുവനന്തപുരം പുല്ലമ്പാറയിലുള്ള ഒരു നാടക പ്രവർത്തകനാണ് അദ്ദേഹം. കുഞ്ഞുനാളിൽ മാതാപിതാക്കൾ വിളിച്ച കള്ള എന്ന വാത്സല്യ വിളി പിന്നീട് ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. അമൽ തേനമർമ്മിൽ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അമൽ, നല്ല ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു ലേഖനമാണ്, പക്ഷേ പലർക്കും ഉണ്ടായ പലതരത്തിലുള്ള കൺഫ്യൂഷൻ കാരണം അത് ഒഴിവാക്കുന്നു. ഇതിപ്പോൾ ഇനി അറിയാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നല്ല ഉദ്ദേശം, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ വന്നൊരു ലേഖനം അത് ഇന്ന് വായിക്കാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളൊരു കാര്യം കൂടി അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ? പൂജ, ഒരു നാടക പ്രവർത്തകൻ, ഒരു വിജയൻ എന്ന് പറയുന്നയാൾ, കള്ളൻ വിജയൻ എന്ന വിളിപ്പേരുള്ളയാൾ, ആ ആളെ പറ്റിയുള്ള ഒരു ലേഖനമായിരുന്നു. ആ ആളെ അറിയണമെങ്കിൽ, ഞാനിപ്പോൾ ഉള്ളത് ആ നാട്ടിലാണ്, മുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ നാട്ടിൽ വന്ന് ആ ആളെ അറിയണമെങ്കിൽ കള്ളൻ വിജയനെ അറിയുമോ എന്ന് ചോദിച്ചാൽ മാത്രമേ ആളുകൾ ഇവിടേക്ക് പറഞ്ഞു വിടൂ. ഈ കാണുന്ന ധന്യ നാടക ഗ്രാമമുണ്ട്. ആ നാടക ഗ്രാമം മുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് ഈ വിജയൻ എന്ന് പറയുന്ന ആളുള്ളത്. നമുക്ക് വിജയനെ കാണാം. വിജയൻ ഇവിടെ ഉണ്ട്. വാ. ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് താങ്കളെ പറ്റിയാണ്. കള്ളൻ വിജയൻ എന്നൊരു വിളി, ആ വിളി എങ്ങനെ വന്നതാണ്? കള്ളം വിജയൻ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടച്ചാരെടുത്ത് കൊച്ചിൽ മടിയിലിട്ട് കള്ളമെന്ന് വിളിച്ച് അത് പിന്നെ അങ്ങ് കള്ളം വിജയനായി. അപ്പോൾ അത് ഇപ്പോഴും കള്ളം വിജയൻ എവിടെ ചെന്നാലും നാടകത്തിന് അനൗൺസ് ചെയ്യുന്ന കള്ളം വിജയൻ, നാടകത്തിൻ്റെ ഷോക്കാടി വയ്ക്കുന്ന കള്ളം വിജയൻ. ഇപ്പോൾ ഒന്നും മോഷ്ടിക്കാതെ എങ്ങ് കള്ളനായി. അല്ല, അത് കൊച്ചിലെ വിളിച്ചാണ്. അല്ല, രാത്രി മോഷ്ടാവിന് അങ്ങനെ ഒരു പേരില്ല, ആരെങ്കിലും വിളിച്ച് അടിക്കൂല. ഇപ്പം നമ്മൾ പിന്നെ അങ്ങ് സത്യസന്ധനായതുകൊണ്ട് നമ്മൾ അങ്ങനെ വിഷയമുള്ളവനല്ലല്ലോ, മോഷണമൊന്നുമില്ല, ആ പേര് ഫേമസ് ആയി. ഇത് താങ്കൾ നാടക പ്രവർത്തകനാണ്. ഇതിനോട് ചേർന്ന് ഇന്ന് പ്രസിദ്ധീകരിക്കേണ്ട ലേഖനം എന്ന് പറയുന്നത് താങ്കളുടെ നാടക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നാടകത്തിന് നൽകിയ സംഭാവനകളൊക്കെ ആയിരുന്നു പ്രിന്റ് ചെയ്ത് വരേണ്ടിയിരുന്നത്. ഇവിടെ ദേശാഭിമാനിയിൽ നിന്ന് പത്രത്തിൽ നിന്ന് ഇവിടെ എടുക്കാൻ വന്നു. എന്നെ ഇതുപോലെ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം പറഞ്ഞു. ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോയും അയച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വരും എന്തെങ്കിലും, അപ്പോൾ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചാനലുകളിൽ ഇങ്ങനെയാണ് ഇത് വലിയ വിവാദമായി വന്നപ്പോൾ ഞാൻ ഇതെന്താ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ അപ്പോഴും അന്തം വിട്ടുപോയി. അപ്പോൾ ആദ്യത്തെ ജോലി തിരക്കായതുകൊണ്ട് അത് നോക്കിയില്ല. പലരും വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെയാണ് അറിയുന്നത് ഈ കള്ളൻ എന്നുള്ള പേര് വന്നതാണ് എന്ന്. അപ്പം ഞാൻ മൊത്തത്തിൽ ഇതെല്ലാം ഞാൻ മറ്റേ പുള്ളിക്ക് കൊടുത്തു. അങ്ങനെ ദേശാഭിമാനിയിൽ വന്നപ്പോൾ എൻ്റെ പേര് ഇങ്ങനെയാണ്, എൻ്റെ മാതൃഭൂമിയിൽ വന്നതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ ആ ലേഖകനോട് സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞത്, താങ്കൾ തന്നെ നിർബന്ധപൂർവ്വം പറഞ്ഞു പേര് വരുമ്പോൾ കള്ളൻ വിജയൻ എന്ന് തന്നെ എഴുതണം എന്ന്. അതിൽ ഒരു നാണക്കേടും പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ എഴുതണമെന്ന് താങ്കൾ കൂടി പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഹെഡിങ് വന്നത്. തന്നെ എന്നെ അങ്ങനെ അറിയാവൂ. ഇപ്പം നിങ്ങൾ ചാനലുകാർ തേമ്പാമൂടോ വെഞ്ഞാറമൂടിലോ ചെന്നിട്ട് എൻ്റെ യഥാർത്ഥ പേര് ചോദിച്ചാൽ ആരും പറഞ്ഞു തരില്ല, അറിഞ്ഞുകൂടാ. എന്നെ കള്ളൻ എന്ന് പറഞ്ഞാൽ പറയാം എന്നടുത്താണ് എന്ന് പറയും. അതിന് ഒരു ആക്ഷേപമോ പിന്നെ ഒരു മോഷണക്കാരനോ ഒന്നും ആയിട്ടല്ല. അത് കൊച്ചിലെ വിളിച്ച പേര് ഇപ്പോഴും അത് തന്നെയാണ് പോകുന്നത്. പ്രിന്റ് ചെയ്ത് വരേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ താങ്കളുടെ നാടക പ്രവർത്തനമായിരുന്നു. ഇനി അതും കൂടി പറയാം, എന്തൊക്കെയാണ് ചെയ്യുന്നത്? നാടകത്തെക്കുറിച്ച് തന്നെയാണ് മൊത്തം എടുത്തത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ ഇവിടെ റിഹേഴ്സൽ കാര്യങ്ങൾ മറ്റെല്ലാമൊക്കെയാണ് അതിൽ വരാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഞാനതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവർ രണ്ടുപേരും വന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടെ നാടകത്തിൻ്റെ റിഹേഴ്സലിന് വന്ന ആളുകളാണ്. ഈ വിജയൻ എന്ന് പറയുന്ന, കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആളുടെ വീട് തൊട്ടപ്പുറം, ആ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലമുണ്ട്. സ്വന്തം സ്ഥലത്ത് തന്നെ ഒരു റിഹേഴ്സലിനുള്ള സ്ഥലമൊക്കെ ഒരുക്കി, ഒരു നാടകഗ്രാമം ഒരുക്കി. നാടകത്തിന് വേണ്ടി ഇത്രയധികം സംഭാവനകളൊക്കെ ചെയ്ത ആളെപ്പറ്റി എഴുതുക എന്നുള്ളതായിരുന്നു ഈ ലേഖകൻ്റെ ഉദ്ദേശം. അതുതന്നെയാണ് അതിൽ ദേശാഭിമാനിയിൽ പ്രിന്റ് ചെയ്ത് വരാനിരുന്നതും. പക്ഷേ അതിൻ്റെ തലക്കെട്ടങ്ങാകെ പ്രശ്നമായി. അതിനാൽ പ്രിന്റ് ചെയ്ത് വെച്ച ദേശാഭിമാനി ഇന്ന് പുറം ലോകം കണ്ടില്ല. പൂജ.